നിങ്ങൾ ഒരു സുഹൃത്തിനൊരു മെസ്സേജ് അയച്ചു, സുഹൃത്ത് നിങ്ങൾക്ക് മറുപടി ഒന്നും നൽകിയില്ല. ഇത് കണ്ടപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരികയാണ്, അവൻ എന്നോട് എന്തോ ദേഷ്യമുണ്ട്. അവൻ്റെ അങ്ങനത്തെ ഒരു പ്രതികരണത്തെക്കുറിച്ച് നിങ്ങളിലൊരു ചിന്ത ഉണ്ടായ നിമിഷം നിങ്ങളിലൊരു വികാരം ഉണ്ടാവുകയാണ്, ആശങ്ക. ആ ആശങ്ക ഇങ്ങനെ കൂടിക്കൂടി അതൊരു പെരുമാറ്റമായിട്ട് മാറുകയാണ്. നമ്മൾ പിന്നെ അതിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പറയുന്നത്. CBT പറയുന്നത് എന്താണ്? നമ്മുടെ ചിന്തകൾ വികാരങ്ങളാവും, ആ വികാരങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങളായി മാറും. നമ്മുടെ ചിന്ത മാറ്റിയാൽ നമ്മുടെ വികാരവും നമ്മുടെ പെരുമാറ്റവും മാറും. 1960കളിൽ ആരോൺ ബെക്ക് എന്ന ഒരു സൈക്കാട്രിസ്റ്റാണ് ഈ CBT വികസിപ്പിച്ചത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മാനസിക ചികിത്സാ രീതിയാണ് CBT എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ് CBT ഉപകരിക്കുന്നത്? ആശങ്ക മാറ്റാൻ, വിഷാദം മാറ്റാൻ, സമ്മർദ്ദങ്ങൾ കുറക്കാൻ, ഭയങ്ങൾ കുറക്കാൻ, നെഗറ്റീവ് ചിന്തകളെ വരുതിയിലാക്കാൻ ഒക്കെ സഹായകരമായ ചികിത്സാ രീതിയാണ് CBT എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു മാനസിക പരിശീലനം. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നോട്ട്ബുക്ക് എടുക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ 3 സമ്മർദ്ദകരമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് അവിടെ എഴുതി വെക്കുക. അല്ലെങ്കിൽ ഇന്നലേതായാലും കുഴപ്പമില്ല കേട്ടോ. ഓരോ സംഭവത്തിനും നിങ്ങൾ എഴുതുക, എന്താണ് അവിടെ ഉണ്ടായ എവൻ്റ് അല്ലെങ്കിൽ സംഭവം. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായ ചിന്ത, രണ്ടാമത്തേത് ചിന്ത, മൂന്നാമത്തേത് ഈ ചിന്തയുടെ ഫലമായിട്ട് നിങ്ങൾക്കുണ്ടായ വികാരം, ഈ വികാരത്തിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പെരുമാറ്റം എങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണം നോക്കാം. നിങ്ങൾ ജോലിക്ക് പോയി, ജോലിയിൽ അവിടെ ചെന്നപ്പോഴേക്ക് ഇന്നലെ ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ച് ബോസ്, എന്ത് ജോലിയാണ് ചെയ്തത്, ഇന്നലെ നിന്നെ ഞാൻ ഒരുപാട് അത് എടുക്കാൻ പറഞ്ഞിട്ട് അത് പൂർത്തീകരിച്ചില്ലല്ലോ. അവിടെ ഒരു എവൻ്റ് ഉണ്ടായി, ഒരു സംഭവം ഉണ്ടായി. ഇത് കേട്ടപാടി നിങ്ങളുടെ ഒരു ചിന്ത ഉദിക്കുകയാണ്. എന്താണ് ചിന്ത? ഞാൻ വളരെ മോശമാണ്, എൻ്റെ കഴിവുകളൊക്കെ കുറവാണ്, എൻ്റെ അറിവൊക്കെ കുറവാണ്. ഇതുപോലൊരു ചിന്ത അവിടെ ജനിക്കുക. ആ ചിന്ത ഇങ്ങനെ കൂടി കഴിയുമ്പോഴേക്ക്, കുറച്ച് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്കൊരു വികാരമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ അത് ഉൽപ്പാദിപ്പിക്കുക, ദുഃഖം. ഈ ദുഃഖത്തോടെ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അതൊരു പെരുമാറ്റമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക. ഒരു കാര്യവും ചെയ്യാൻ നിങ്ങൾക്കൊരു ഉന്മേഷമല്ല, ഉത്സാഹമൊക്കെ കുറഞ്ഞു പോകും. ഇതാണ് പെരുമാറ്റം.